ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബ്രെഡ് ഗുലാബ് ജാമുനാണ്. അപ്പോൾ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. വളരെ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ സൈഡ് വശം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 3 to 4 ടേബിൾ സ്പൂൺ പാൽ വേണം. അപ്പോൾ കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അധികം ഒഴിക്കരുത്. അധികം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വെള്ളമാകും. അപ്പം ആ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടത്തില്ല. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ബോൾ പോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ബോൾ പോലെ ഉരുട്ടിയെടുക്കുമ്പം അതിൽ ഈ ക്രാക്കൊന്നും വീഴാതെ വേണം എടുക്കേണ്ട. അല്ലെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ടായി വരുമ്പോൾ അതിലൊരു വിള്ളൽ വീഴും. അപ്പം നമ്മുടെ ബോൾസൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ഓരോ ബോളായിട്ട് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കേണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത സെറ്റ് ബോളും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യേണ്ട. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ വെപ്പിച്ചെടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്ത ബോൾസ് റെഡി ആയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഇനി ഷുഗർ സൊല്യൂഷന് വേണ്ടി 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ. നന്നായി തിളച്ച് വരുമ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരണം. എന്നിട്ട് വെള്ളം അടിച്ച് നന്നായിട്ടൊരു ലൈറ്റ് യെല്ലോ കളറായി. ഇതാണ് അതിൻ്റെ പരുവം. അപ്പം 2 ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഓരോ ബോൾസായിട്ട് ഈ ഷുഗർ സൊല്യൂഷനിലോട്ട് ഇട്ട് കൊടുക്കാം. ഷുഗർ സൊല്യൂഷൻ ചെറിയൊരു ചൂട് വേണം. ആ ചൂടോടെ കൂടിയാണ് ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക ഒരു 10 മിനിറ്റിനടുത്തേക്ക്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് ടേസ്റ്റി ഉണ്ടാക്കിയ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിൽ കൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്ദി.